നമസ്തേ. 3/6/2025 ചൊവ്വാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ചിങ്ങം, തുലാം, കുംഭം രാശിക്കാർക്ക് ശുഭകരവും, ധനു രാശിക്കാർക്ക് മധ്യമവും, മേടം, ഇടവം, കന്നി, മീനം രാശിക്കാർക്ക് ദോഷവും, മിഥുനം, കർക്കിടകം, വൃശ്ചികം, മകരം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇനി നമുക്ക് ഓരോ രാശി വിശദമായിട്ട് നോക്കാം. പ്രത്യേകിച്ച് മറുപടി പറയത്തക്ക കമൻറ്റുകളൊന്നും കഴിഞ്ഞ തവണയുള്ള പോസ്റ്റുകളിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് കമൻറ്റുകൾക്ക് ഒരു മറുപടി പ്രത്യേകം പറയേണ്ടതായിട്ടില്ല. ഇനിയുള്ളത് പിന്നെ ഒരു കാര്യമുള്ളത്, എന്നും കമൻറ്റ് ചെയ്യണമോ എന്നാണ്. ഒരു നിർബന്ധമില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്ന്. എൻ്റെ പോസ്റ്റ് നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതല്ലാണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ കമൻ്റ് ഒന്നും ചെയ്യേണ്ട. കാരണം എൻ്റെ പോസ്റ്റ് നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയോ ചെയ്താലേ നടക്കൂ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നവർക്ക് സോഷ്യൽ മീഡിയ നൽകുള്ളൂ. അതല്ലെങ്കിൽ ദിവസവും നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കേണ്ടതായിട്ട് വരും. അത്രയേ ഉള്ളൂ. അതല്ലാണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് ആരും കമൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഈ പോസ്റ്റ് പ്രയോജനകരമാണ്, ദിവസവും തുടർച്ചയായി കിട്ടണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ കേട്ടോ. അത് ഒരാൾ ചോദിച്ചതിനുള്ള മറുപടി അതാണ്. എന്നും കമൻറ്റ് ചെയ്യണോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ മറുപടി അതാണ്. വേണമെങ്കിൽ മതി. ഇനി മറ്റൊന്ന്, നിങ്ങൾക്ക് തുടർച്ചയായി കിട്ടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊന്ന്, നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസും ഉണ്ടായിരുന്നു. ഇതാണ് ഇന്ന് പൊതുവെ പറയാനുള്ളൊരു കാര്യം. ഇനി നമുക്ക് വിശദമായി ഓരോ നാളുകളുടെയും ഓരോ ഇതും നോക്കാം. മേടക്കൂറ്: അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം. മേടക്കൂർ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം. മേടക്കൂറുകാർക്ക് ദോഷകരമായൊരു ദിവസമാണ്. മനസ്സിനൊന്നും ഒരു ബലക്കുറവ് അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. മനസ്സൊന്നും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അതേപോലെ ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ഒന്നിനും ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല. അലസതയായിരിക്കും. പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. ദഹനക്കുറവ്, പിത്തസംബന്ധമായ അസുഖങ്ങൾ മുതലായുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ആസ്മ, മാനസിക അസ്വസ്ഥത, വൃക്ക സംബന്ധമായ അസുഖങ്ങളൊക്കെയുള്ള മേടൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കുക. മാതൃപിതൃസ്ഥാനീയരൊന്നും ഇവർക്ക് അനുകൂലമായിരിക്കില്ല. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാം. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. ധനപരമായ നഷ്ടമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകും. തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല. സഹപ്രവർത്തകരോ മേലുദ്യോഗസ്ഥരോ ഒന്നും തന്നെ മേടൻ രാശിക്കാർക്ക് അനുകൂലമായിരിക്കില്ല. ഏഴരശ്ശേരി കാലഘട്ടമാണ് മേടൻ രാശിക്കാർക്കെന്നുള്ളത് കൊണ്ട് അവർക്ക് അതിൻ്റേതായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈശ്വരാധീനമൊക്കെ വരുത്തുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ജാതകത്തിലും ശനി എവിടെയൊക്കെ നിൽക്കുന്നു എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് എന്ത് നാമം ജപിക്കണം അല്ലെങ്കിൽ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. എപ്പോഴും പരിഹാര കർമ്മങ്ങൾ അവരുടെ കൊക്കിൽ ഒതുങ്ങുന്നതായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ധനസ്ഥിതി അനുസരിച്ച്, സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളാണ് വേണ്ടത്. അത് നിങ്ങൾ തന്നെ തീരുമാനിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഏത് ദേവതയ്ക്കാണ് പരിഹാര കർമ്മങ്ങൾ വേണ്ടത് എന്നുള്ളത്
അത് ജാതക പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് നിർണ്ണയിക്കാനായിട്ട് കഴിയൂ. ഇനി ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് ദോഷകരമായ ദിവസം തന്നെയാണ്. ഇടവം രാശിക്കാർക്കും ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും, അലസത ഉണ്ടാവും, സംശയം തീർന്നിട്ട് ഈ ദിവസം വേറെ ഇതുണ്ടാവില്ല. എല്ലാ കാര്യത്തോടും ഒരു സംശയമായിരിക്കും, എന്ത് ചെയ്യുമ്പോഴും സംശയമായിരിക്കും. മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാനസികമായ അസ്വസ്ഥത, ഉദര സംബന്ധമായ പ്രത്യേകിച്ച് ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ, ആസ്തമ, അലർജി രോഗങ്ങളുള്ള ഇടവം രാശിക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ദിവസമാണ്. കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദിവസം കൂടെയാണിത്. മറ്റുള്ളവരുമായി ഉള്ള കലഹങ്ങളൊക്കെ ഒരു പരിധിവരെ പറഞ്ഞു തീർക്കാനായിട്ട് കഴിയും. പക്ഷെ പറഞ്ഞു തീർക്കാൻ പോകുമ്പോഴും വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടെയാണ് ഇത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമല്ല. അവരുടെ വാക്കുകളൊക്കെ കേൾക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അതനുസരിക്കണം വേണ്ടെന്ന് സ്വയം തീരുമാനിക്കണം. കാരണം ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ പറയുന്നത് വളരെ സ്വയം വിലയിരുത്തിയതിനു ശേഷം മാത്രം നല്ലതാണെങ്കിൽ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അവർ പറയുന്നത് കേട്ടൊന്ന് എടുത്തു ചാടുന്ന അവസ്ഥ ഉണ്ടാവരുത്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ ഇടവം രാശിക്കാർക്ക് അനുകൂലമായ ഒരു സമയം അല്ല. അതേപോലെ മുറിവുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൻ്റെ ഒരു പിന്തുണ എല്ലാ കാര്യങ്ങളിലും ലഭിക്കും. ജീവിത പങ്കാളിയുടെയും മക്കളുടെയും ഒക്കെ അനുകൂലമായ സ്ഥിതി ലഭിക്കുന്ന ഒരു ദിവസമാണ്. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. തൊഴിൽ രംഗത്ത് അനുകൂലമായ ദിവസമാണ്. തൊഴിൽപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. പൊതുവെ തൊഴിൽ മേഖലയിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഗുണകരമാക്കാം. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ വളരെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. സ്വന്തമായി സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കൊക്കെ കുറച്ച് അനുകൂലമായ സമയമാണ്. അപ്പോൾ ജാതകത്തിലും തൊഴിൽ ഭാവത്തെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹം അനുകൂലമായിരിക്കുകയാണെങ്കിൽ ഇവിടെ തൊഴിലാളികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകുന്ന ഒരു ദിവസമാണ്. പക്ഷെ തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥർ അനുകൂലമായ ഒരു നിലപാട് ഇടവം രാശിക്കാർക്ക് ഉണ്ടാകാൻ സാധ്യത കുറവുള്ള ഒരു ദിവസം കൂടെയാണ്. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഇടവം രാശിക്കാർ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മിഥുനം രാശി. മിഥുനം രാശിക്ക് കഠിന ദോഷമുള്ള ദിവസമാണ്. എങ്കിലും മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ളത് കൊണ്ട് ഒരു പരിധി വരെ പല കാര്യങ്ങളും വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിലും ദോഷം തന്നെയാണ്. കഠിന ദോഷമുള്ള സമയമാണ്. ആരോഗ്യമൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. പ്രത്യേകിച്ച് ഉഷ്ണരോഗങ്ങളുള്ളവർക്ക്, അതുപോലെ നേത്ര രോഗങ്ങളുള്ളവർക്കൊക്കെ അനുകൂലമായ സമയമല്ല. ഒരു പ്രതിരോധ ശക്തിക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. ദഹനക്കുറവ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അലസത ഉണ്ടാകുന്ന സമയമാണ്. അതേപോലെ ജലദോഷം, വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, മാനസിക അസ്വസ്ഥതകളൊക്കെ ഉള്ള മിഥുനം രാശിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ്. അതുപോലെ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല. ആരോഗ്യം അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വരും. മറ്റുള്ളവരുമായി കലഹങ്ങളുണ്ടാകും. വാക്കുകൾ അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുക. എവിടെയെങ്കിലും എന്തെങ്കിലും ഒച്ചയോ ബഹളമോ ഒക്കെ കേട്ടാൽ, തമ്മിത്തല്ലൊക്കെ കേട്ടാൽ അങ്ങോട്ട് പോയി അതെന്താണെന്ന് അന്വേഷിക്കാനായിട്ട് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം മിഥുനരാശിക്കാർ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ അവിടെ ചെന്ന് നോക്കി അത് നിങ്ങളുടെ തലയിലാകുന്ന അവസ്ഥ മിഥുനരാശിക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുകൊണ്ട് മിഥുനരാശിക്കാർ അങ്ങനെയുള്ള ഏർപ്പാടുകളിൽ നിന്നൊക്കെ പരിധി വരെ മാറി നിൽക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് തലയിടാതിരിക്കാനായിട്ട് മിഥുനരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ്. അതേപോലെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മുറിവുകൾ, ഒടിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അനുകൂലമായ ദിവസമല്ല. അതേപോലെ അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് പല പ്രയാസങ്ങളും ഉണ്ടാക്കും. എടുത്തു ചാടി ഒന്നിലും ഒരു തീരുമാനമെടുക്കുകയോ എടുത്തു ചാടിയുള്ള ഒരു
വാക്കുകളും ഒക്കെ വളരെ ശ്രദ്ധിച്ച് ഇനം. അതുപോലെ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യാം, ഞാനത് ചെയ്തോളാം എന്നൊക്കെ പറയുന്നത് ഒരു 2 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യാനായിട്ട് മിഥുനം രാശിക്കാർ ശ്രദ്ധിക്കുക. കാരണം ഒരു വാക്ക് കൊടുത്താൽ അത് പാലിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കില്ല മിഥുനം രാശിക്കാർക്ക് ഈ സമയം. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ല. കുടുംബത്തിലെ ഒരു സ്വസ്ഥതയും സമാധാനവും ഒന്നും മിഥുനം രാശിക്കാർക്ക് കിട്ടാൻ പ്രയാസമാണ്. തൊഴിലാളികൾ അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ വർദ്ധിക്കും. മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കില്ല. സഹപ്രവർത്തകരും അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് തൊഴിൽ രംഗം വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. മിഥുനം രാശിക്കാർ ദൈവാധീനം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം തൻ്റെ കർമ്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ദൈവാധീനം ഇല്ല. ജാതകം കൂടെ അനുകൂലം അല്ലെങ്കിൽ വളരെ പ്രയാസമുണ്ടാകുന്ന ദിവസമായിരിക്കും. അതുകൊണ്ട് ക്ഷേത്ര ദർശനം, നാമജപമൊക്കെ ചെയ്തതിന് ശേഷം മാത്രം തൻ്റെ കർമ്മ മേഖലയിലേക്ക് പ്രവേശിക്കാനായിട്ട് മിഥുന രാശിക്കാർ ഈ ദിവസം ശ്രദ്ധിക്കുക. കർക്കിടകം രാശിക്കാർക്കും കഠിന ദോഷമുള്ള സമയമാണ്. എങ്കിലും അവർക്ക് ആരോഗ്യം പൊതുവെ അനുകൂലമായിരിക്കും. ഒരു ആത്മവിശ്വാസമൊക്കെ അനുഭവപ്പെടും. പക്ഷേ ആത്മവിശ്വാസം എടുത്ത് ചാടി കുഴപ്പമുണ്ടാക്കരുത്. മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന സമയമല്ല. അതുകൊണ്ട് മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മവിശ്വാസം ചിലപ്പോൾ കർക്കിടകം രാശിക്കാർക്ക് അപകടം ചെയ്യാം. അലസത ഒക്കെ ഒന്ന് കുറഞ്ഞ് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ അതും ഈ എടുത്ത് ചാടി ചെയ്യാതിരിക്കാനായിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധ തൊഴിൽ രംഗത്ത് കൊടുക്കണം. അതേപോലെ മനസ്സും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയില്ല. അലർജി സംബന്ധമായ അസുഖമുള്ള കർക്കിടകം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായോ ധനപരമായോ ഉള്ള കാര്യങ്ങൾക്കൊക്കെ അത്ര മേന്മയുള്ള സമയമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു സമയമാണ് കർക്കിടകക്കാർക്ക്. അതേപോലെ കടബാധ്യത, അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹനമൊക്കെ ഓടിക്കുന്നവർ വളരെ വേഗതയിലൊക്കെ ഓടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനം വളരെ കരുതലോടുകൂടിയൊക്കെ കൈകാര്യം ചെയ്യുക. കുറച്ച് കാലത്തേക്ക് അവർക്ക് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ കർക്കിടകക്കുറുകാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ കർക്കിടകക്കുറുകാർക്ക് അനുകൂലമായിരിക്കും. വാക്കുകളും വളരെ ശ്രദ്ധിച്ചാൽ അനുകൂലമാക്കി എടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. മുൻകോപത്തെയൊക്കെ നിയന്ത്രിക്കണം. ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. കുടുംബത്തിലും ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കുറവായിരിക്കും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. തൊഴിൽ മേഖലയിലാണെങ്കിലും സഹപ്രവർത്തകരൊന്നും അനുകൂലമായിരിക്കില്ല. എന്നാൽ മേലുദ്യോഗസ്ഥരുടെ ഒരു പിൻബലം പല കാര്യങ്ങളിലും ലഭിക്കാം ഈ ദിവസം. എങ്കിലും തൊഴിലാളികളൊന്നും അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കർക്കിടകക്കുറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം ആണ്. ഇനി മകം, ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രം, ആദ്യകാൽ ഭാഗം ചിങ്ങക്കൂറുകാർക്ക് ഗുണകരമായ ഒരു ദിവസമാണ്. പൊതുവെ ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും. മനസ്സും അനുകൂലമായിരിക്കും. അലസതയില്ലാതെയൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ഒരു ആത്മവിശ്വാസം പൊതുവെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃ സ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. അതേപോലെ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാകും. കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എങ്കിലും ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകും. അപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ കടം ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതൊന്ന് ശ്രദ്ധിച്ചാൽ അല്പം നേട്ടങ്ങളൊക്കെ കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ചുകൊണ്ടിരാനായിട്ട് കഴിയും. അതേപോലെ മറ്റുള്ളവരുമായിട്ടൊക്കെ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാലും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടെയാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. എന്നാൽ തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല. മറ്റുള്ളവരിൽ നിന്ന് കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ മേലുദ്യോഗസ്ഥരൊക്കെ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും.
ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ചിങ്ങൻ രാശിക്കാർ ഉപയോഗിക്കരുത്. കാരണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ ഒട്ടും അനുകൂലമായ സമയമല്ല അവർക്ക് കുറച്ച് കാലത്തേക്ക്. കാരണം അനുചിതമായ സുഹൃബന്ധങ്ങൾ മൂലം ചില പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ നല്ല സുഹൃത്തുക്കളായിരിക്കില്ല. ഇപ്പോൾ നല്ലൊരു സുഹൃത്ത് ആർക്കും ലഹരി മേടിച്ച് കൊടുക്കില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഒരാൾക്ക് ലഹരി കൊടുത്താൽ അതൊരു നല്ല സുഹൃത്തായിരിക്കില്ല. കാരണം ലഹരി കഴിച്ചാൽ അവരുടെ കുടുംബത്തിന് അസ്വസ്ഥതയായിരിക്കും, മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ തകർക്കുന്നവർ ആയിരിക്കില്ലല്ലോ നല്ല സുഹൃത്തുക്കൾ. അപ്പോൾ എന്തെങ്കിലും ലഹരി വാങ്ങിത്തരാം അല്ലെങ്കിൽ മദ്യം വാങ്ങിത്തരാം എന്നൊക്കെ പറയുന്നവരൊരിക്കലും നല്ല സുഹൃത്തുക്കളായിരിക്കില്ല. അപ്പോൾ അവർക്ക് അതുകൊണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടാവും. പലരും വിചാരിക്കും അങ്ങനെയുള്ളവരോ നല്ല സുഹൃത്തുക്കളെന്നാണ്. അതൊന്നും അല്ല. അവർ സമാധാനവും സന്തോഷത്തോടും കൂടി ഒരു കുടുംബം ജീവിക്കുന്നത് കാണാൻ മടിക്കുന്നവരാണ് ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുന്നവർ. ഒരു സംശയമില്ല കാര്യത്തിന്. ഒരാൾ നന്നാകണമെന്ന് വിചാരിച്ചാലും ലഹരി മേടിച്ച് കൊടുക്കില്ല. കാരണം നന്നാകാൻ വേണ്ടി ലഹരി കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന സുഹൃത്തുക്കളെയൊക്കെ ശ്രദ്ധിക്കുക. കാര്യം പൊതുവേ ചിങ്ങൻ രാശിക്കാർക്ക് സുഹൃത്തുക്കൾ അനുകൂലമായ ദിവസമാണ്. ഇങ്ങനെ നല്ല സുഹൃത്തുക്കളുണ്ട്, ചീത്ത സുഹൃത്തുക്കളുമുണ്ട്. അത് സ്വയം തിരിച്ചറിയാനുള്ള കഴിവ് ഓരോരുത്തരും വളർത്തിയെടുക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇനി കന്നിരാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിരാശിക്ക് ദോഷകരമായ ഒരു ദിവസമാണ്. മനസ്സും ആരോഗ്യവും ഒന്നും അത്ര അനുകൂലമല്ല. എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും, അലസത അനുഭവപ്പെടും, സംശയങ്ങളുണ്ടാവും. ഉദര സംബന്ധമായ അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ഒരഭിപ്രായ സ്ഥിരത ഒന്നിനും ഉണ്ടാവില്ല. ആസ്തമ ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ പൊതുവേ കന്നിരാശിക്കാർക്ക് അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ്. കടബാധ്യതയൊക്കെ തീർക്കുക. ധനപരമായ അല്പമെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അത് അപ്പം തന്നെ കടം തീർക്കാനായിട്ട് ഉപയോഗിക്കുക. മറ്റൊരു കാര്യത്തിന് മാറ്റി വെച്ചാൽ ആ കാര്യവും നടക്കില്ല, ഈ കടം തീർക്കലും നടക്കില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് കന്നിക്കൂറുകാർ ശ്രദ്ധിക്കണം. അത് കടമൊക്കെ തീർക്കാനായിട്ട് നോക്കുക. മുൻകോപം നിയന്ത്രിക്കുക. വാക്കുകൾ അത്ര അനുകൂലമല്ല. മറ്റുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ വാക്കുകൾ മിതത്വം പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വാക്കുകൾ അനുകൂലമല്ലാതെ വരുന്നവർ വാക്കുകൾ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കുക. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിലും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് തൊഴിൽ മേഖലയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് കന്നിരാശിക്കാർ ശ്രദ്ധിക്കണം. ഇനി തുലാം രാശിക്കാർക്ക് ശുഭകരമായ ദിവസമാണ്, അനുകൂലമായ ദിവസമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ആരോഗ്യത്തിന് ഒരു അസ്വസ്ഥതയൊക്കെ തോന്നുന്ന സമയമാണ്. എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആത്മവിശ്വാസക്കുറവൊക്കെ കുറച്ച് അനുഭവപ്പെടുമെങ്കിൽ പോലും ഒന്ന് കരുതലോടെ ശ്രദ്ധയോടെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഭംഗിയായി ചെയ്യാൻ കഴിയും. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ മേലുദ്യോഗസ്ഥരും പിതൃസ്ഥാനീയരും അത്ര അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും, കടബാധ്യത ഉണ്ടാവും. മറ്റുള്ളവരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. മുൻകോപം ഒന്ന് നിയന്ത്രിച്ചാൽ നന്നായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും തുലാം രാശിക്കാർക്ക്. അതേപോലെ ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. മക്കൾ പൊതുവെ അനുകൂലമായിരിക്കുമെങ്കിലും ജീവിത പങ്കാളിയിൽ നിന്ന് മനസ്സിന് ചില പ്രയാസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. തൊഴിലാളികളൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ തൊഴിൽ രംഗത്ത് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുലാം രാശിക്കാർക്ക് കഴിയും. അതുകൊണ്ട് ജാതകം കൂടെ പരിശോധിപ്പിച്ച് അതിൻ്റെ കർമാധിപത്യം വഹിക്കുന്ന ഗ്രഹം അനുകൂലമാണോ എന്ന് നോക്കിയിട്ട്, അത് അനുകൂലമല്ലെങ്കിൽ അതിന് വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് ഈ സമയത്ത് നിന്നാൽ തൊഴിൽ രംഗത്ത് പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുലാം രാശിക്കാർക്ക് കഴിയുന്ന ഒരു സമയം കൂടെ ആണ്. വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം,
അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. മനസ്സിന് ഒരു സ്വസ്ഥതയൊക്കെ ശ്രദ്ധിച്ചാൽ കിട്ടും. പക്ഷേ ഗ്രഹങ്ങൾ പൊതുവെ അനുകൂലമല്ലാത്തത് കൊണ്ട് എത്ര ശ്രദ്ധിച്ചാലും മനസ്സും അനുകൂലമാവില്ല. ജാതകം കൂടെ അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ, ജാതകത്തിൻ്റെ ദശാപകാര കാലങ്ങളൊക്കെ അനുകൂലമല്ലാത്തവർ നന്നായി നാമം ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, ഈശ്വരാരാധന നടത്തുക ഒക്കെ ചെയ്യേണ്ട ഒരു സമയമാണ്. ആരോഗ്യം അനുകൂലമല്ല, ഒരു കാര്യത്തിലും ആത്മവിശ്വാസം ഉണ്ടാവില്ല, എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളായിരിക്കും. ആരോഗ്യപരമായി അനുകൂലമല്ല. മാതൃപിതൃ സ്ഥാനീയർ അങ്ങനെയുള്ളവരൊന്നും തന്നെ അനുകൂലമല്ല. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ അങ്ങനെ അങ്ങോട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതയും വൃശ്ചിക രാശിക്കാർക്ക് കുറവാണ്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ്. കടബാധ്യത വർദ്ധിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകും. പ്രതീക്ഷിക്കുന്ന ഒരു കാര്യവും ധനപരമായ കാര്യങ്ങളിൽ നടന്നു കിട്ടില്ല. ജാതകം കൂടെ അനുകൂലമല്ലെങ്കിലാണ് ഇത്രയും ദോഷം വരിക. ജാതകം അനുകൂലമാണെങ്കിൽ ഇത് മധ്യമാവസ്ഥയിലായിരിക്കും കേട്ടോ, ശ്രദ്ധിക്കണം. ചിലർ എനിക്കത് അനുകൂലമാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ ജാതകം അനുകൂലമായതുകൊണ്ടായിരിക്കും. എങ്കിലും അത് പൂർണ്ണമായിട്ടും ഈ ദിവസങ്ങളിൽ ജാതകം അനുകൂലമാണെങ്കിൽ പോലും വൃശ്ചിക രാശിക്കാർക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി കിട്ടില്ല. ഒരു സംശയം വേണ്ട. കാരണം ഗ്രഹങ്ങൾ പൊതുവെ അനുകൂലമല്ലാത്ത അവസ്ഥയിലാണ് സഞ്ചാരം. ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ല. കുടുംബത്തിലൊരു സ്വസ്ഥത ഉണ്ടാവില്ല. തൊഴിൽ രംഗത്തും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ഒരു കാരണവശാലും വൃശ്ചികം രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ലഹരി പദാർത്ഥങ്ങൾ കാരണം ഒട്ടും അനുകൂലമല്ലാത്ത ദിവസങ്ങളിൽ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മനസ്സിലാക്കുക അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ലാത്തതാണ്. ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാൻ വിളിക്കുന്ന സുഹൃത്തുക്കളൊന്നും നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയുള്ളതല്ല എന്ന് വിചാരിക്കുക. ഒരല്പം കഴിച്ചിട്ട് പോകാം എന്ന് പറയുന്നവരാണെങ്കിൽ പോലും. കാരണം ഒരു വ്യക്തി മദ്യം കഴിച്ചുകൊണ്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയെ മാത്രമല്ല അത് ബാധിക്കുക. ആ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ, അച്ഛൻ, അമ്മ, ഇങ്ങനെയൊക്കെയുള്ള തൻ്റെ സഹജീവികൾക്കൊക്കെ, മനുഷ്യർക്ക് മാത്രമല്ല, മദ്യമൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ സഹജീവികൾക്കുൾപ്പെടെ പ്രയാസം ഉണ്ടാവും. മനുഷ്യരും നമ്മുടെ സഹജീവികൾ തന്നെയാണല്ലോ. അപ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് പ്രയാസം ഉണ്ടാവും. കൂടെ നിൽക്കുന്നവർക്ക് പ്രയാസമുണ്ടാക്കുന്ന പണി ആരെങ്കിലും ചെയ്താൽ അത് നല്ല ആളുകളായിരിക്കില്ലല്ലോ. അപ്പോൾ മദ്യവും ലഹരിയൊക്കെ മേടിച്ചു കൊടുക്കുന്ന ആളുകൾ നല്ലവരായിരിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സുഹൃബന്ധങ്ങളെയൊക്കെ വൃശ്ചിക രാശിക്കാർ കുറേ കാലത്തേക്ക് അകത്തി നിർത്തിയില്ലെങ്കിൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാവും. സ്വയം വരുത്തി വയ്ക്കുന്നതാണ്. അതിന് ഗ്രഹങ്ങളെയോ ഈശ്വരനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കർമ്മ മേഖല തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുണ്ട്. നല്ലത് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധിയും ഭഗവാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വിശേഷ ബുദ്ധിയെ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് വേണ്ടത് തിരഞ്ഞെടുക്കുക. അത് നമ്മളുടേതാണ്. നല്ലത് തിരഞ്ഞെടുക്കണോ ചീത്ത തിരഞ്ഞെടുക്കണോ എന്നത് നമ്മളുടേതാണ്. നല്ലത് തിരഞ്ഞെടുത്താൽ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാകും. ചീത്ത തിരഞ്ഞെടുത്താൽ ഈശ്വരൻ അങ്ങോട്ട് മാറി നിൽക്കും. ഇത്രയും വ്യത്യാസമുള്ളൂ. ഇപ്പോൾ വൃശ്ചിക രാശിക്കാർ വളരെ ശ്രദ്ധിക്കുക. ഞാൻ ഇത്രയും പറഞ്ഞത് അവർക്കൊട്ടും അനുകൂലമല്ലാത്തത് കൊണ്ടാണ്. ഇനി ധനുരാശി. ധനുരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. മനസ്സ് ശരീരമൊന്നും അത്ര മേന്മയായിരിക്കില്ല. ആസ്മ, മാനസിക അസ്വസ്ഥത, ഗർഭാശയ രോഗങ്ങൾ, വൃക്ക രോഗങ്ങളൊക്കെ ഉള്ള ധനുരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവെ അവർക്കൊരു ആത്മവിശ്വാസക്കുറവും പ്രതിരോധ ശക്തി കുറവും ഉണ്ടാകുന്ന ദിവസമാണ്. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. മുൻകോപത്തെ ഒന്ന് നിയന്ത്രിക്കണം. എങ്കിലും വാക്കുകളൊക്കെ ഒന്ന് എടുത്ത് ചാടിയാലും വീണ്ടും മനസ്സ് ശരിയായി ആ വാക്കുകളെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ കഴിയുന്നതുകൊണ്ട് വലിയ ദോഷം കുറയും. എങ്കിലും ആവശ്യമില്ലാതെയൊക്കെ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ധനുരാശിക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്തിൻ്റെയും ജീവിത കുടുംബത്തിൻ്റെയൊക്കെ ഒരു പിന്തുണ കിട്ടും. ജീവിത പങ്കാളി, മക്കളും ഒക്കെ അനുകൂലമാണ്. എന്നാൽ തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പൊതുവേ ഒരു ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ധനുരാശി എന്ന് പറഞ്ഞാൽ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗമാണെന്ന് അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നുള്ളത് കൊണ്ടാണ് ഇവിടെ പറയാത്തത്. ഇനി പത്താമത്തെ രാശി മകരം രാശി. ഈ മകരം രാശി
ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗമാണ് മകരം രാശി. മകരം രാശിക്ക് ഇനി കുറച്ച് നാളത്തേക്ക് കഠിന ദോഷമുള്ള സമയമാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മകരം രാശിക്കാർ. മനസ്സും ശരീരവും ഒന്നും അനുകൂലമായിരിക്കില്ല. ഒരാത്മവിശ്വാസം ഉണ്ടാവില്ല. ആരോഗ്യം ഒട്ടും അനുകൂലമല്ല. അലസത ഉണ്ടാവും. അലർജി സംബന്ധമായ അസുഖമുള്ളവർ, മാനസിക അസ്വസ്ഥത ഉള്ളത്, ആസ്മ പോലുള്ള അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. സഹോദരസ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. കടബാധ്യത ഉണ്ടാകും. മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാവും. എടുത്തുചാട്ടം വളരെ നിയന്ത്രിക്കണം. വാക്കുകൾ അനുചിതമായ സമയത്തായിരിക്കും മിക്കവാറും മകരം രാശിക്കാരുടെ പുറത്തേക്ക് വരിക. അതുകൊണ്ട് വാക്കുകളെ വളരെയധികം ശ്രദ്ധിക്കണം. പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ വേണ്ട രീതിയിൽ മനസ്സിലാക്കാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ്. മകരം രാശിക്കാർ ഒരാൾ പറയുന്നത് മറ്റേയാൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയാലാണല്ലോ പറയുന്ന ആശയവിനിമയം കൊണ്ട് പ്രയോജനമുള്ളൂ. മകരം രാശിക്കാർ ഏത് നല്ല അർത്ഥത്തിൽ പറഞ്ഞാലും കേൾക്കുന്നവർ അത് നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കുക. കഴിയുമെങ്കിൽ സംസാരങ്ങൾ ഒഴിവാക്കി മകരം രാശിക്കാർക്ക് ഒരു കുഴപ്പമില്ല. ജാതകം കൂടെ അനുകൂലമല്ലെങ്കിൽ ബുധൻ്റെയും രണ്ടാം ഭാവാധിപൻ്റെയും ഒക്കെ ദശാപകാര കാലങ്ങൾ അത് അനുകൂലമല്ലാത്ത ഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ വർത്തമാനം വളരെ കുറയ്ക്കുന്നതായിരിക്കും നല്ലത് മകരം രാശിക്കാർ. അപ്പോൾ വാക്കുകളൊക്കെ നിയന്ത്രിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. അതുപോലെ ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിലാളികളും തൊഴിൽ മേഖലയും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ തൊഴിൽ മേഖലയിലേക്കൊക്കെ പോകാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഇനി കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭൻ രാശിക്ക് അനുകൂലമായ ദിവസമാണ്. ശുഭകരമായ ഒരു ദിവസമാണ്. എങ്കിൽ പോലും ആരോഗ്യത്തിന് ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാവും. ചെറിയ അലസതയൊക്കെ അനുഭവപ്പെടും. ആത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെടും. എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ്. സഹോദരസ്ഥാനീയർ അനുകൂലമാണ്. ശത്രുദോഷം കുറയുന്ന ഒരു സമയമാണ്. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. മറ്റുള്ളവരുടെ കലഹങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് നല്ല സുഹൃബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ധനപരമായി ഒരു പരിധിവരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിട്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരൊന്നും അനുകൂലമായിരിക്കില്ല. അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കുംഭൻ രാശിക്കാർ ഉപയോഗിക്കരുത്. കുറേ കാലത്തേക്ക് അവർക്ക് അതിന് അനുകൂലമായ സമയമല്ല. അനുചിതമായ ചില സുഹൃബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മീനം രാശി. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനരാശിക്കാർക്ക് ദോഷകരമാണ്. എങ്കിലും മനസ്സൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. പിതൃസ്ഥാനീയരും അനുകൂലമായിരിക്കും. ആത്മവിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. രോഗങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാവും. സഹോദരസ്ഥാനീയർ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ്. കടബാധ്യതയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ കുറയ്ക്കാനായിട്ട് കഴിയും. എന്നാൽ സുഹൃത്തുക്കളും ബന്ധുക്കളും അനുകൂലമല്ല. വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ചില മാനസികമായ പ്രയാസങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് മീനരാശിക്കാരൊന്ന് ശ്രദ്ധിക്കുക. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. പക്ഷേ മക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. തൊഴിൽ രംഗവും അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ തൊഴിൽ രംഗത്തുണ്ടാകാം. ഒരു ദൈവാധീനക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ദൈവാധീനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം കർമ്മമേഖലയിലേക്ക് മീനരാശിക്കാർ പ്രവേശിക്കാൻ. മീനരാശി എന്ന് പറഞ്ഞാൽ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതിയാണ്. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു പൊതുഫലമാണ്, ആരുടെയും ജാതക ഫലമൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പരിഹാര കർമ്മങ്ങളൊന്നും പറയാത്തത്. പൊതുവായ പരിഹാര കർമ്മങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടദേവതയുടെ നാമജപം, ഇഷ്ടദേവതാ ക്ഷേത്ര ദർശനം, ദേശദേവതാ ക്ഷേത്ര ദർശനം, ധർമ്മദൈവ നാമജപം, ധർമ്മദൈവത്തിൻ്റെ ആരാധന നടത്തുക, ക്ഷേത്ര ദർശനം നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പൊതുവായി ചെയ്യാവുന്ന പരിഹാര കർമ്മങ്ങൾ.
പിന്നെ ബാക്കിയുള്ള പരിഹാര കർമ്മങ്ങളെല്ലാം ജാതകമൊക്കെ പരിശോധിച്ച് ചെയ്യേണ്ടതാണ്. ഏത് കർമ്മങ്ങളാണെങ്കിലും വേണ്ടതുപോലെ ചെയ്താലല്ലേ ശരിയാകുള്ളൂ, അല്ലാണ്ട് തോന്നിയതുപോലെ ഒന്നും ചെയ്തിട്ട് ശരിയാവില്ല. അപ്പോൾ പൊതുവായി നിങ്ങൾക്കിതൊക്കെ ചെയ്യാം. അതിൽ കൂടുതൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, വളരെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ ജാതകം കൂടെ പരിശോധിച്ചിട്ട് വേണം പരിഹാര കർമ്മങ്ങൾ ചെയ്യുക. പരിഹാര കർമ്മങ്ങൾ വലിയൊന്നും ചെയ്യണമെന്നല്ല, അത് നിങ്ങളുടെ ശക്തിക്കൊത്ത പരിഹാര കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. പക്ഷെ എന്ത് ചെയ്യണം എന്നുള്ളത് വേണ്ട രീതിയിൽ ആലോചിച്ച് ചെയ്യണം. അതുകൊണ്ടാണ് പരിഹാര കർമ്മങ്ങൾ പറയാത്തത്. ജാതക പരിശോധനയുടെ മാത്രമേ പരിഹാര കർമ്മങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ നിർണ്ണയിക്കാൻ കഴിയും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.